അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകജീവിതത്തിൽ ഓരോ മനുഷ്യനും എന്തെങ്കിലും വിഷമങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ്. ചിലപ്പോൾ മനസ്സ് തളരും. ചിലപ്പോൾ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നും. പക്ഷേ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒറ്റപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം അവനോടൊപ്പം എല്ലായ്പ്പോഴും അല്ലാഹു ഉണ്ടാകുന്നു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അറിയുക, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്. ഈ ഒരു ആയത്ത് മാത്രം മതിയാകും നമ്മുടെ ജീവിതം മാറ്റാൻ. സഹോദരങ്ങളെ, ഇന്ന് പലർക്കും പണം ഉണ്ട്, സൗകര്യങ്ങൾ ഉണ്ട്, പക്ഷേ സമാധാനം ഇല്ല. കാരണം ഹൃദയം അല്ലാഹുവിൽ നിന്ന് അകലുമ്പോൾ ജീവിതം ശൂന്യമാകുന്നു. എന്നാൽ ദിക്ർ ചെയ്യുന്ന ഒരു ഹൃദയം ഒരിക്കലും തകരില്ല. സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹി. ഈ ചെറിയ വാക്കുകൾ നാവിൽ ലളിതമാണ്, പക്ഷേ അല്ലാഹുവിന്റെ അടുത്ത് അതിന്റെ മഹത്വം വളരെ വലുതാണ്. നബി പറഞ്ഞു, അല്ലാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണ്. അതായത് ദിക്ർ ഇല്ലാത്ത ഹൃദയം ആത്മീയമായി മരിച്ച ഹൃദയമാണ്. പ്രിയരേ, നമുക്ക് വിഷമം വരുമ്പോൾ പലരോടും പറയാം. പക്ഷേ രാത്രി നിശബ്ദതയിൽ അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കാരണം കണ്ണുനീർ കൊണ്ട് ചെയ്യുന്ന ദുആ ഒരിക്കലും വെറുതെയാകില്ല. ചിലപ്പോൾ അല്ലാഹു നമ്മുടെ ദുആ വൈകിപ്പിക്കും. പക്ഷേ അവഗണിക്കില്ല, കാരണം നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നൽകാൻ അല്ലാഹുവിന് അറിയാം. അതിനാൽ പ്രതിസന്ധികൾ വന്നാൽ നിരാശരാകരുത്. പാപങ്ങൾ ഉണ്ടെങ്കിൽ തൗബ ചെയ്യുക. ഹൃദയം വിഷമിച്ചാൽ ദിക്ർ വർദ്ധിപ്പിക്കുക. നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. 5 നേരം നിസ്കാരം ഒരു മുസ്ലിമിന്റെ ശക്തിയാണ്. നിസ്കാരം കാത്തുസൂക്ഷിക്കുന്നവനെ അല്ലാഹു കാത്തുസൂക്ഷിക്കും. അവസാനമായി ഒരു കാര്യം ഓർക്കാം. ഈ ലോകം ശാശ്വതമല്ല. പണം ഇവിടെ തന്നെ ബാക്കിയാകും. സൗന്ദര്യം മങ്ങിപ്പോകും. പക്ഷേ അല്ലാഹുവിനുവേണ്ടി ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രമാണ് ഖബറിലും ആഖിറത്തിലും നമ്മെ സഹായിക്കുക. അല്ലാഹു നമ്മളെ ദിക്ർ ചെയ്യുന്നവരിലും നിസ്കാരം കാത്തുസൂക്ഷിക്കുന്നവരിലും നല്ല ഹൃദയമുള്ളവരിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ.